നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത് ഒരു റോഡ് സൈഡിലാണ് കേട്ടോ. വന്ന വഴിക്ക് നമ്മൾ നല്ല രീതിയിൽ ലേറ്റായി. അപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഷെഡ് കണ്ടിട്ടാ. ഇവരിവിടെ റോഡ് പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ അവരുടെ കൂടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത്. അങ്ങനെ രാവിലെ എണീച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവിടെ ഒരു യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും നല്ല മഴയും കാര്യങ്ങളൊക്കെ കിട്ടി. കാലാവസ്ഥ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടി. അങ്ങനെ അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് മഴയൊക്കെ മാറിയപ്പോൾ നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ തള്ളിക്കൊണ്ട് തന്നെയാണ് പോണത്. പിന്നെ ഇവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ നടപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് കമ്പനി ഉണ്ട് റോഡ് പണിയുടെയൊക്കെ. അങ്ങനെ വന്നേക്കൊരു ബ്രിഡ്ജ് കിട്ടി. അതിൻ്റെ അടിയിൽ കൂടെ ഒഴുകണത് തുയിപ്പി റിവറാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിട്ടാ. അപ്പോഴത്തേക്ക് നമുക്കൊരു വെള്ളച്ചാട്ടം കണ്ട് അങ്ങനെ അവിടെ ഇറങ്ങി നമ്മൾ ജസ്റ്റ് മുഖമൊക്കെ കഴുകിയിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിട്ടാ. അപ്പോഴത്തേക്കും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടി. ഞാൻ നല്ല രീതിയിൽ ചൂടെടുത്ത് വേർത്ത് കുളിച്ചിട്ടെ. ഈ കാണുന്നത് മൊത്തം എൻ്റെ വേർപ്പാണ്. അങ്ങനെ അവിടെ നിന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിട്ടാ. അപ്പോഴത്തേക്കും മഴ പൊടിയുണ്ടായിരുന്നു. നമ്മൾ കയറി വന്ന റൂട്ടാണ്ട് കാണുന്നത്. നല്ല കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ തള്ളിക്കൊണ്ട് തന്നെയാണ് വീണ്ടും മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നല്ലൊരു കാഴ്ച കേട്ടോ. അടിപൊളിയല്ലേ. ഈ ഒരു മഴ കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു കാഴ്ച കേട്ടോ. അങ്ങനെ അവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിട്ടാ. അപ്പോഴത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ ഒരാൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടാ. അയാളുടെ ഇത് മേടിച്ച വീഡിയോ ആണ്. അങ്ങനെ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ട് അപ്പോഴത്തേക്കും നമ്മൾ ലുങ്ലയിലെത്തി. അപ്പോൾ നമ്മൾ കുറച്ച് സൈക്ലിംഗ് ക്ലബ്ബിലെ ആൾക്കാരെ പരിചയപ്പെട്ടു. അവർ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാ ഫൈനാൻഷ്യലി. കാരണം നമ്മുടെ സൈക്കിൾ ആകെ ഇടങ്ങേറായിട്ടിരിക്കുന്നതാണ്.